അപ്പോൾ പാലക്കാട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സാധനം കേട്ടോ. നൊങ്ക് അല്ലെങ്കിൽ ഇളന്നെന്നൊക്കെ ഞങ്ങളുടെ ഈ ഭാഗത്ത് പറയും. ഇത് തമിഴ്നാട് ബോർഡർ, നമ്മൾ ഈ കിഴക്കൻ മേഖലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ തെങ്ങ് പോലെ തന്നെ നമുക്ക് പനിയുണ്ട് പാലക്കാട്. അപ്പോൾ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. ഇപ്പോൾ ആർക്കും സമയമില്ല. നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അതൊക്കെ നിറയെ വലിക്കുന്ന ഞങ്ങൾ തന്നെ കയറി വലിക്കുമായിരുന്നു. ഇപ്പോഴൊന്നും ആർക്കും ആ സമയമില്ല. ഇതിപ്പോൾ അവർ അവിടുന്ന് കൊഴിഞ്ഞമ്പാറ ഭാഗത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ടൗൺ ഏരിയയിലും മറ്റ് പ്രധാന ജംഗ്ഷനുകളിലൊക്കെ ഇപ്പം നൊങ്ക് സർവ്വസാധാരണമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി അല്ലെങ്കിൽ ഇറച്ചി, മീൻ, ബേക്കറി ഐറ്റംസ്, വളരെ കളറുകളും വളരെയധികം കളറുകളും പഞ്ചസാരയൊക്കെ ചേർത്ത ജ്യൂസുകൾ, അത് മാത്രമല്ല ശരിക്കും കുട്ടികൾക്ക് ഇതും വാങ്ങിക്കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ശരീരത്തിന് ഈ ചൂടത്ത്, പാലക്കാടൻ ചൂട് പിന്നെ അറിയാമല്ലോ, 40-45 ഡിഗ്രിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നല്ലൊരു ആശ്വാസമാണ്. അപ്പോൾ നമുക്കിവിടെ ഇവർ 12 എണ്ണം ഒരു ഡസൻ 100 രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, അവർക്കൊരു തൊഴിലാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം കുറച്ച് മൂത്ത് പഴുക്കും ഈ സംഭവം. അപ്പോൾ അത് പനമ്പഴമായിട്ട് ഉപയോഗിക്കും. അത് നിങ്ങൾ ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ കുളത്തിലും ഇവിടെയൊക്കെ കുളിക്കാൻ ടീമായിട്ട് പിള്ളേരെല്ലാവരും കൂടി വെക്കേഷൻ സമയത്തൊക്കെ പോകുമ്പോൾ ഈ സാധനം, ഈ നൊങ്കും കിട്ടും, അതേപോലെ തന്നെ ഇത് കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ പനമ്പഴം കിട്ടും. ഈ പനമ്പഴം എല്ലാം തിന്ന് നമ്മളതെല്ലാം പിന്നെ ഈ പനമ്പഴമൊക്കെ കൂടെ വീട്ടിൽ കൂട്ടിയിട്ടിട്ട് മണ്ണും കൂട്ടി കുഴച്ചിട്ട് നല്ല കൂന പോലെ വെക്കും. അപ്പോൾ ഈ മഴ വരുമ്പോൾ ഈ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇത് മുളയ്ക്കും. മുളയ്ക്കുമ്പോൾ ഒരു കൂമ്പും കിട്ടും കേട്ടോ. അതും പാലക്കാട് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും ആ സാധനം കേട്ടോ. ഇതാണ് സംഭവം നൊങ്ക്. ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ ചെത്തിയിട്ട് കൈയിട്ടിട്ട് വിരലുകൊണ്ട് ഇങ്ങനെ തോണ്ടിയിട്ടാണ് കുടിക്കുക. പക്ഷേ ഇതിപ്പോൾ ഇവർ കച്ചവട രീതി ചെയ്യുമ്പോൾ അവർ വെട്ടി അത് കറക്റ്റായിട്ട് നമുക്ക് എടുത്തു തരും. ശരിക്കും നമ്മൾ ഫ്രണ്ടിൽ മാത്രം ചെത്തിയിട്ട് വിരലുകൊണ്ട് ഇങ്ങനെ തോണ്ടിയിട്ടാണ് കുടിക്കുന്നത്. അതൊക്കെ പഴയൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പാലക്കാട് നിങ്ങൾ വരികയാണെങ്കിൽ ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. പാലക്കാടും കിട്ടും. നമ്മളിപ്പോൾ അങ്ങോട്ട് പൊള്ളാച്ചി വഴിക്ക് പോവുകയാണെങ്കിലും എല്ലാ സ്ഥലത്തും ഇത് കിട്ടും കേട്ടോ.